താങ്കൾക്ക് വിവരമില്ലാത്തത് കൊണ്ടാണെന്ന് മാത്രമേ എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളൂ. അത് മാധ്യമ പ്രവർത്തകരും നിങ്ങൾ ആരാണ് ബി.ജെ.പിക്ക് തൊട്ടുകൂടായ്മ ഉണ്ട്, വെച്ചിട്ടുണ്ട്. തന്റെ വീട്ടിൽ നിന്നാണോ കൊണ്ടുവച്ചത്? താൻ ഇങ്ങോട്ട് എഴുന്നള്ളിക്കാൻ വരാതിരുന്ന അങ്ങോട്ട് എഴുന്നള്ളിക്കാൻ വരുന്നില്ല. നീ പറഞ്ഞോടാ. കുട്ടി നീ നന്നാവില്ല. അത് താൻ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ. ബി.ജെ.പിയെ നോർമലൈസ് ചെയ്യുക എന്ന രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമായല്ലേ, അതിന് ചുക്കാൻ പിടിച്ചു കൊടുക്കുന്ന പണിയല്ലേ ഈ പിണറായി വിജയൻ എടുത്തുകൊണ്ടിരിക്കുന്നത്? ഇനി നീ എങ്ങാനും അതുകൊണ്ടാണ് ഡിവൈ ചന്ദ്രചൂഡന്റെ വീട്ടിൽ പൂജാരിയായി മോദി പോകുന്നത്. നിനക്ക് വിഷഹാരി അറിയില്ല. വിഷ ഊതി കയറ്റാനും ഊതി ഇറക്കാനും ഒരു നിമിഷം വേണ്ടിയിരിക്കും. ഇത് സാധാരണ ഞാൻ അങ്ങനെ പറയുന്നതല്ല, പക്ഷേ താങ്കൾ ഇത്രയും നേരം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രകടനം വെച്ച് നോക്കുമ്പോൾ അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. താങ്കൾക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ് എന്ന് മാത്രമേ എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളൂ. അദ്ദേഹം ഏതെങ്കിലും ഒരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് രാഷ്ട്രീയമായിട്ടുള്ള തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും നിശ്ചയിക്കുവാൻ വേണ്ടിയിട്ട് കേരള രാഷ്ട്രീയത്തിലും അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന കുറെ മാധ്യമ പ്രവർത്തകരും നിങ്ങൾ ആരാണ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ പോകും, കാണും. അത് ചോദിക്കാൻ നിങ്ങളാരാ? കുറച്ചു നേരത്തെ പറഞ്ഞല്ലോ, എന്താണ് കേരളത്തില് ബി.ജെ.പിക്ക് തൊട്ടുകൂടായ്മ ഉണ്ട്, വെച്ചിട്ടുണ്ട്. തന്റെ വീട്ടിൽ നിന്നാണോ കൊണ്ടുവച്ചത്? മര്യാദയ്ക്ക് സംസാരിക്കണം. പറഞ്ഞില്ല എന്ന് വേണ്ട. നിങ്ങളാണോ തീരുമാനിക്കുന്നത് ഇവിടെ രാഷ്ട്രീയ തൊട്ടുകൂടായ്മ ഉണ്ടാവണോ വേണ്ടോ എന്നുള്ള കാര്യം? അങ്ങോട്ട് എഴുന്നള്ളിച്ച് തന്നെ തരും, മനസ്സിലായോ? താൻ ഇങ്ങോട്ട് എഴുന്നള്ളിക്കാൻ വരാതിരുന്ന അങ്ങോട്ട് എഴുന്നള്ളിക്കാൻ വരുന്നില്ല. ചവിട്ടി അവന്റെ അണ്ണാക്കകത്ത് കയറ്റിട്ടുണ്ട്. അത് വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. അത് വ്യക്തിപരമായി എനിക്കെതിരെ അല്ല, എന്റെ പ്രസ്ഥാനത്തിനെതിരെ ഉപയോഗിച്ച വാക്കാണ്. അത് തിരുത്തിയില്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് തനിക്ക് അർഹിക്കുന്ന രീതിക്ക് തന്നെ മറുപടി തരാൻ ഞങ്ങൾക്കും അറിയാം, മനസ്സിലായോ? അല്ല നിൽക്കുന്നേ, ചിലക്കാതെ അങ്ങ് നിർത്തിയതിനു ശേഷമാണ് ഞാൻ പിന്നീട് മറ്റാളുകളിലേക്ക് പോകുന്നത്. യുവരാജെ ചിലക്കാതെ മോഹൻ ഭഗവത്ജി എന്നെ മുമ്പ് പ്രണബ് മുഖർജിയെ കണ്ടിട്ടുണ്ട്, അങ്ങനെ പലരെയും കണ്ടിട്ടുണ്ട്. ഇത് എന്തിനു കണ്ടു എന്ന് വിശദീകരിക്കാൻ സൗകര്യപ്പെടില്ല. കാരണം ഞങ്ങളുടെ സംഘടന, ഞങ്ങളുടെ നേതാക്കള്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കാണും, സംസാരിക്കും. ഇത് ഞങ്ങൾ എന്തിനാന്ന് TV ചാനലിൽ വന്നിരുന്നിട്ട് എന്തിനു കണ്ടു എന്ന് പറയാം? ഞങ്ങൾക്ക് എന്താണ് ബാധ്യത? നീ ചിന്തിച്ച് തീരുന്നിടത്ത് ഞാൻ ചിന്തിച്ചു തുടങ്ങും. താങ്കൾ ആദ്യം പറഞ്ഞു പ്രധാനമന്ത്രി എന്തോ രഹസ്യമായിട്ട് ചീഫ് ജസ്റ്റിസിന്റെ വീട്ടിൽ പോയി എന്ന് പറഞ്ഞു. അതാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. രഹസ്യമായിട്ടാണോ പോയത്? ഫോട്ടോ താങ്കൾ വേണൂരോട് ഉപയോഗിച്ച ഭാഷയോട് താങ്കൾക്ക് എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ മര്യാദയ്ക്ക് പഞ്ചമുച്ചോടൊക്കെ ഇരിക്കണം. ഞാൻ പറയുന്നത് കേൾക്കണം. എന്റെ അവസരമാണ്. ആദ്യം ഈ സംസാരിക്കുന്ന വ്യക്തിനെ ആദ്യം അറസ്റ്റ് ചെയ്ത് ലോകപ്പിലാണ്. ഇത് ഭയങ്കര ഇടങ്ങേറായിട്ട് വരിക. മനസ്സിലായോ? എന്റെ അവസരമാണ്. താങ്കൾ മറുപടിയാണ് ഞാൻ ചോദിക്കുന്നത്. യോജിപ്പ് എനിക്കില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ പുളിശ്ശേരി കുലുങ്ങി ചിരിക്കുന്നുണ്ട്, എനിക്ക് കാണാം. പക്ഷേ താങ്കൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉപചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. താങ്കൾ പറഞ്ഞു പ്രധാനമന്ത്രിയും ചീഫ് ജസ്റ്റിസും തമ്മിൽ എന്തോ രഹസ്യ ചർച്ച നടത്തിയെന്ന്. ഞാൻ അതാണ് താങ്കളോട് ചോദിച്ചത്. ചർച്ചയായിരുന്നോ അതാണോ ഫോട്ടോസ് നമ്മളെല്ലാരും കണ്ടത് പത്രത്തിലും TV-ലും ഒന്ന് ചോദിച്ചത്? വളരെ സിമ്പിൾ ആണ് ചോദ്യം. താങ്കളാണ് പറഞ്ഞത് രഹസ്യ ചർച്ചയായിരുന്നു, ഞാനല്ല. എടോ യുവരാജേ, ഞാൻ എന്ത് പറയണോ നീ അല്ല തീരുമാനിക്കുന്നേ. കുറെ നേരമല്ല തുടങ്ങിയിട്ട്. പുളിശ്ശേരി പറഞ്ഞോളൂ. മൂത്രമൊഴിച്ചിട്ട് ഞാൻ എന്ത് പറയണമെന്ന് യുവരാജെ ഞാനാ തീരുമാനിക്കുന്നത്, അല്ല നീയല്ല. മൈ ഗോഡ്, സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. എന്തായാലും താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങനെ പറ്റില്ല എന്ന് പറയും. അങ്ങനെ തന്നെ പറയേണ്ടി വരും. നേരമല്ല തുടങ്ങിയിട്ട്. ഒന്ന് ഒതുങ്ങ്. ഓണമല്ലേ? നീ പറഞ്ഞോടാ. ബുദ്ധിജീവിടാ, ഇന്നെങ്കിലും പോയി അടിച്ചനച്ച് കുളിച്ചിട്ട് വേണമെങ്കിൽ അവന്റെ ബോഡി